ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. ഓർഡേഴ്സ് എന്ന് വെച്ചെങ്കിൽ ദുബൈയിലേക്ക് കൊണ്ടുപോകാനിട്ടാ. ഈ നോമ്പിന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായെങ്കിലും ഇതുപോലത്തെ അപ്പങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സന്തോഷമാണ് കേട്ടോ. എല്ലാം കുറച്ച് അപ്പത്തിൻ്റെ ഓർഡേഴ്സ് ആയിരുന്നു ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇത്. അപ്പോൾ അതെല്ലാം നമ്മൾ നോമ്പ് തുറന്നിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറന്നിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി ഒരു 10 മണിയായതിന് ശേഷം കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പൊരിയപ്പം, കുറച്ച് കടലപ്പം, കുറച്ച് ബാട്ടോത്തരി ഇത്രയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോമ്പിന് ഓർഡേഴ്സ് ഉണ്ടായതെന്ന് വെച്ചിട്ട് ഇപ്പോൾ നോമ്പിന് 2-3 ദിവസത്തേക്ക് എന്തായിട്ട് എനിക്ക് ഓർഡേഴ്സ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇത് പൊരിയപ്പെല്ലാം ഉണ്ടാക്കാൻ ഈസിയാണ്. നമ്മൾ ചുട്ടിട്ടായെങ്കിൽ അതും കൂടി കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. അപ്പോൾ പൊരിയെല്ലാം ഞാൻ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പൊടിച്ചിട്ട് തേങ്ങയൊക്കെ നല്ല പാങ്ങൽ വേവാൻ വേണ്ടിയിട്ട് വെല്ലമൊക്കെ ഇട്ടിട്ട് ജീരകം ഇട്ട് നല്ല പാങ്ങൽ വേവാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കലാണ്. പൊരീനെ പൊടിച്ചിട്ട് അതിലിട്ട് കൊടുക്കലാണ് കേട്ടോ. ഏകദേശം അത് വേറെ ആയിട്ടാകുമ്പോൾ നമ്മൾ തേങ്ങ വെന്ത് കിട്ടാനായിട്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് പൊരിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇത് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പണി കഴിഞ്ഞിട്ടാണ്. പിന്നെ ചെറിയ കുഞ്ഞു ബോൾസ് ആക്കലാണ് അടുത്ത പണി. അപ്പോൾ ഇത് ഈസി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കേട്ടോ. പിന്നെ പച്ചരി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഇതിനെ മിക്സിയിൽ അരച്ചിട്ട് എണ്ണയിൽ മുക്കി കോരി എടുത്തെങ്കിൽ പണി എളുപ്പത്തിലാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിന് വേറൊരു ബോളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചെറിയ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ ചെയ്യണമില്ല. ഇത് റെഡി ആയതിനു ശേഷം നമുക്ക് പുറത്ത് നിന്നിട്ട് ബോൾസൊക്കെ പുറത്ത് ഇങ്ങനെ ടേബിളൊക്കെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നല്ല പങ്ങളെ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലത്തെ കുഞ്ഞു ബോൾസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വരുമാനമില്ലാതെ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടി ഉണ്ടാവാം. അപ്പോൾ ഇതിനെ തുടങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പെരുന്നാളിൻ്റെ സമയത്ത് നല്ലൊരു ലാഭം കൂടിയാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ. കാരണം പെരുന്നാളിന് ഈ കാസർഗോഡാർക്കൊക്കെ പെരുന്നാളിൻ്റെ അപ്പം ഇല്ലാണ്ട് പറ്റില്ല. ഇപ്പോൾ പുറത്തും കണ്ണൂരിൽ, കോഴിക്കോട് അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ അപ്പങ്ങൾ റെഡിയാക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യട്ടെ. അപ്പോൾ റെസിപ്പി വീഡിയോ ആണെങ്കിൽ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് കയറി ചെക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. കറക്റ്റായിട്ടുള്ള പാകത്തിനെല്ലാം ഞാൻ അതിൽ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഇതുപോലെ നോക്കിയിട്ടൊന്ന് ഉണ്ടാക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചട്ടിയിലിട്ടിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം എണ്ണ വെച്ചിട്ട് ചൂടായതിനു ശേഷം ഞാൻ മുക്കി പൊരിക്കലാണ് കേട്ടോ. പച്ചരി അരിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയിലിട്ട് നല്ല പങ്ങല മുക്കി പൊരിച്ചെടുക്കലാണ് കേട്ടോ. ഇതൊരു 10-15 ബോൾസൊക്കെ ഒരേ ടൈമിൽ പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചുട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ട് കേട്ടോ ചുട്ടിട്ട്. ഇതുപോലത്തെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നല്ലോണം കട്ടിയിലുള്ള പുട്ടല്ല, സാധാരണ മീഡിയം മാവാക്കിയിട്ടാണ് ഇതിലിട്ടിട്ടെടുക്കുന്നത്. ഒരു 15 ബോൾസ് വരെ ഒന്നിച്ച് നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ഉണ്ട് കേട്ടോ. ഒരു 2-3 മാസം വരെ ഒന്നും ആവില്ല കേട്ടോ. കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല അടിച്ചെറുപ്പുള്ള പാത്രത്തിൽ വെച്ചാൽ മാത്രം മതി. അപ്പം ഇതുപോലത്തെ കുറേ റെസിപ്പി വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടായിരുന്നു. നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യാം. 1.5 കിലോ കേട്ടോ അതിൻ്റെ പൊരിയപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാൻ അതേ ഓയിലിലേക്ക് തന്നെ കടലപ്പം കൂടി ചുട്ടിട്ടുണ്ടായിരുന്നു. കടലയും ഞാൻ സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഏത് സമയത്ത് ഓർഡർ കിട്ടിയെങ്കിൽ ചുട്ട് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഇതുപോലെ അടിപൊളിയായി ഓരോന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറേ പേർ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ, ഇതിങ്ങനെ വിട്ട് കിട്ടുന്നില്ല, അതെങ്ങനെയാണ് വിട്ട് കിട്ടാൻ ചെയ്യേണ്ടത്. കാരണം നല്ലോണം തിക്കില്ലാതെ ലൂസായിട്ടുള്ള മാവാണെങ്കിൽ ഇതുപോലെ എല്ലാം വിട്ട് കിട്ടിട്ടാ ഒന്നും പലക പോലെ ആയിട്ട് വരില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണ്. അതിപ്പോൾ സൗണ്ടൊക്കെ നല്ല മുരിഞ്ഞ സൗണ്ടായിട്ട് അതിന് വരുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ ആഗ്രഹമാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക. അത് സെയിൽസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിലേക്ക് ചായക്ക് ആവശ്യമുള്ളതായിട്ടുള്ള സാധനങ്ങൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഇതുപോലെ നല്ല പലഹാരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് ചൂട് തണിഞ്ഞതിന് മാത്രമേ പാക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കാരണം ചൂടോടെ പാക്ക് ചെയ്തെങ്കിൽ നളുത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കവറിലിട്ടിട്ട് രണ്ടാമത് പാക്ക് ചെയ്ത് എടുക്കലാണ്. അല്ലാതെ നിങ്ങൾ ചൂടോടെ പാക്ക് ചെയ്യുകയാണെങ്കിൽ അത് നളുത്ത് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തണിഞ്ഞതിന് മാത്രം നിങ്ങൾ പാക്ക് ചെയ്ത് വെക്കുക, സൂക്ഷിച്ച് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് കടലപ്പാണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടായിരുന്നു. അപ്പോൾ ഇത് കയറി ചെക്ക് ചെയ്യട്ടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ അതിലിട്ടായിരുന്നു. എനിക്ക് 2 തരം അപ്പം ഒരു 1-1.5 മണിക്കൂർ കൊണ്ടൊക്കെ എല്ലാം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് ബോൾസൊക്കെ ആക്കി വെച്ചെങ്കിൽ പിന്നെ എണ്ണയിൽ മുക്കി പൊരിക്കാനേ ടൈം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുകയില്ലാത്ത അടുപ്പിലാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഉണ്ടാക്കുക. കാരണം നല്ലൊരു ലാഭമാണ്, നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. പുറത്ത് പോയി ജോലി ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതുപോലെ വീട്ടിലിരുന്നിട്ട് വരുമാനം ഉണ്ടാക്കട്ടെ. കാരണം ഈസി ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ ഇതെങ്കിലും കൂടുതൽ ഈസി വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ആരും ബാക്കിലോട്ട് പോകണ്ട, എല്ലാവരും മുന്നിലോട്ട് തന്നെ പോകട്ടെ.
അങ്ങനെ രാത്രി ചുട്ടിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം കേട്ടോ ഇത് പാക്ക് ചെയ്യുന്നുള്ളത്. നോമ്പ് തുറന്ന ഏകദേശം ആ ടൈം ആവാനും എൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ഉണ്ട ടൈമിലൊന്ന് പാക്ക് ചെയ്ത് വെക്കലാണ് കേട്ടോ. 2-3 ദിവസം മുന്നെങ്കിലും ഓർഡർ തരുന്നവർ 2-3 ദിവസം മുന്നെങ്കിലും ഒന്ന് തരാൻ ശ്രമിക്കട്ടെ. കാരണം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചുട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഇന്ന് തന്നെ എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അവർ ഇന്ന് ഓർഡർ നാളേക്ക് തന്നെ ചുട്ടു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചുട്ടു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ ഈ നോമ്പിൻ്റെ നാളെ ചുട്ടു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള സമയമാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഓർഡർ എടുക്കാൻ ഞാൻ നിൽക്കില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാ കണ്ടില്ല, അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ നോക്കി ഉണ്ടാക്കുക. പുതിയൊരു വീഡിയോ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.